എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ഭൂമിയിലെ ആൾ ദൈവങ്ങളെക്കുറിച്ചും കാലഘട്ടത്തിലെ വിശുദ്ധരെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങളാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അവിടെ പറയുകയാണ്, മുകളിൽ ആകാശത്തിലോ, 4-ാം തിരുവചനം, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. നീ നിർമ്മിക്കരുത്. ഈ ഓരോ വാക്കുകളും നമ്മളെടുത്ത് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ മേഖലയെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ആകാശത്തിലുള്ള ദൈവങ്ങളെക്കുറിച്ചാണ്. ദേവൻ, ദേവി, സൂര്യ, ചന്ദ്ര, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭൂമിയിലുള്ള ദൈവങ്ങളുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ എപ്രകാരമായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സംഭവിക്കുക, ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് വിഗ്രഹാരാധന അല്ലെങ്കിൽ പ്രതിമ സ്വരൂപം നിർമ്മിക്കരുതെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്കാ സഭയുടെ പഠനത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് വിശദമായ ചില പഠനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രതിമ നിർമ്മിക്കരുത്, സ്വരൂപങ്ങൾ നിർമ്മിക്കരുത് എന്നുള്ള ഒരു കാര്യം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭ എന്തുകൊണ്ടാണ് ആ കാര്യം സഭ തന്നെ എടുത്തു പറഞ്ഞത്, അല്ലെങ്കിൽ CCCയിൽ അത് ആ വാക്ക് ഒരു ചെറിയൊരു ലൈൻ തന്നെയായിട്ട് അത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പൂർണ്ണതയിൽ പറഞ്ഞു പോകാനായിട്ട് നമുക്ക് അല്പനേരം കൊണ്ട് പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ധ്യാനങ്ങളിൽ, താമസിച്ചുള്ള ധ്യാനങ്ങളിൽ, സാധാരണ എല്ലായിടത്തും ധ്യാന ദിവസങ്ങൾ ചുരുക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു 5 ദിവസത്തെ ധ്യാനത്തിൽ മനുഷ്യ ജീവിതത്തിൽ എന്തുകൊണ്ട് തകർച്ച വന്നു, എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണവശങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി എപ്രകാരമാണ് ഈ കാലഘട്ടങ്ങളിൽ ഒരുങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ധ്യാനങ്ങളെ സംബന്ധിച്ച കുറച്ചുകൂടെ ഈ കാര്യങ്ങളെക്കുറിച്ച്, ചില ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ വിളിച്ചിട്ട് പറയാറുണ്ട്, ഒരു 30-40 കിലോമീറ്റർ അകലെയുള്ളവർ പോലും വിളിച്ച് പറയും ഒരുപാട് ദൂരമാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, മനുഷ്യർക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തു വരെയുള്ള ഏത് സ്ഥലത്തും പോയി ചികിത്സിക്കാൻ അവർക്ക് സമയമുണ്ട്, യാത്രയൊന്നും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ എന്തുമാത്രം വില കൊടുക്കുന്നു എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഇനി പ്രതിമകളെക്കുറിച്ചും സ്വരൂപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ അമ്മയോടും എല്ലാ വിശുദ്ധരോടുമുള്ള പൂർണ്ണമായ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ കടന്നു പോവുക. അതിൻ്റെ കാരണം അവരാരൊക്കെയാണെന്ന് നമുക്ക് ബോധ്യമില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ അവരുടെ രൂപങ്ങൾ വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വരൂപങ്ങൾ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിക്കാനോ വിശുദ്ധരെ പോലെ ആകുവാനോ പലർക്കും താല്പര്യമില്ലാതെ പ്രതിമാ വണക്കവുമായിട്ട് മാത്രം നടന്നു പോകുന്ന ഒരു ജനത ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന ഒരുപാട് തകർച്ചകൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് ഇനിയുള്ള ഓരോ സന്ദേശങ്ങളിലൂടെയും നമ്മളത് വ്യക്തമാക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പൂർണ്ണതയിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കടന്നു വന്നില്ല എങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഇരുന്നും കൊണ്ട് ഇതിങ്ങനെ കേൾക്കുകയുള്ളെന്ന് വിചാരിക്കരുത് നിങ്ങൾ. ചില സാഹചര്യം അങ്ങനെ ആയിരിക്കാം. എന്നാൽ കുറച്ചുകൂടെ വചനത്തിൽ ആഴപ്പെടുവാൻ അല്ലെങ്കിൽ ഈ മേഖലയെക്കുറിച്ച് കുറച്ചുകൂടെ അറിയുവാൻ താല്പര്യമുള്ളവർക്ക് ഇത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ആദ്യമുണ്ടാകണം. എങ്കിലേ കർത്താവിന് 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഏറ്റവും പ്രധാനമായിട്ടൊരു വിശുദ്ധീകരണമാണ് നമുക്ക് പ്രധാനമായിട്ട് വേണം. ദൈവം ആരാണെന്നുള്ള അറിവും യേശുവിലൂടെയുള്ള ഒരു വിശുദ്ധീകരണവുമാണ് നമുക്ക്, യേശുക്രിസ്തു വിശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയെക്കുറിച്ചെല്ലാം അവിടെ ബോധ്യപ്പെടുത്തും. ഈ വരുന്ന 17-ാം തീയതി മുതൽ, അടുത്ത 17-ാം തീയതി മുതൽ നമ്മൾ ധ്യാനം 22-ാം തീയതി വരെ ധ്യാനമുണ്ട്. അപ്പോൾ 17-ാം തീയതി രാവിലെ മുതൽ 22-ാം തീയതി രാവിലെ വരെയാണ് ധ്യാനം ക്രമം. താമസത്തുള്ള ധ്യാനമാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ ആഴപ്പെടാം. ഇനി അധിക സമയങ്ങൾ എന്ന് പറയുമ്പം കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി ഒരുങ്ങേണ്ട സമയം ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചോളം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ പ്രാരംഭ മേഖലകളും ചിന്തിച്ച് ഈ ഭൂമിയിൽ എങ്ങനെ സെറ്റിലാകാമെന്ന് ചിന്തിച്ചു പോകുമ്പോൾ ഈ ഭൂമിയിലെ സെറ്റിൽമെൻറ്റ് നടക്കുന്നതുമില്ല. എന്നാൽ സ്വർഗത്തിലുള്ള ഒരു പ്രവേശനത്തിന്, നിത്യജീവിതത്തിലേക്കുള്ള പോക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ഞാനിങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകും എന്നൊരു തെറ്റിദ്ധാരണ ലോകത്തിലുണ്ട്. അതൊരിക്കലും വചനപ്രകാരം ഉള്ളൊരു കാര്യമല്ല. കാരണം അബ്രഹാം പോലും 50 നീതിമാന്മാരുണ്ടെന്ന് വിചാരിച്ചിട്ട് ആകെ 3 പേർക്ക് മാത്രമേ, അതും ലോത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അബ്രഹാത്തോടുള്ള ഒരു പരിഗണനയാൽ അവിടുന്ന് രക്ഷയിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ, ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ നോട്ടത്തിലുള്ള പരിശുദ്ധി നമുക്ക് സ്വന്തമായിട്ട് വേണം. അതിനെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കുറേ പേരൊരു വളരെ വേദനാജനകമായൊരു കാര്യം പറയുകയുണ്ടായി. അതിതാണ്, ഞാൻ വളരെയേറെ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെല്ലാം അവർ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ഇറങ്ങി തിരിച്ചവരാണ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിലാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആദരിച്ചുകൊണ്ടൊരു കാര്യം പറയട്ടെ, സ്നേഹത്തോടെ പറയട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു വൈദികൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വന്ന കുറേ മെസ്സേജുകളും ചിലർ വിളിച്ച് പറയുകയും ചെയ്തു, ബ്രദറെ, ഞങ്ങളുടെ മക്കളൊക്കെ, ചെറുപ്പക്കാരായ മക്കൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. കാരണം അവർ നോക്കുമ്പോൾ അവരെ പലരും ഇങ്ങനെ കളിയാക്കിയും അല്ലെങ്കിൽ അവരുടെ തന്നെ വിശ്വാസത്തെ പലപ്പോഴും, നമുക്കറിയാം ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പോൾ വലിയ വിശ്വാസ മേഖലകളൊന്നുമില്ല. പലരും തോന്നിയാസം കാണിച്ചാലും അതിന് ചിലപ്പോൾ ന്യായീകരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് പല കുടുംബങ്ങളിലും. അപ്പോൾ അത് ഒരു വൈദികൻ മോഹിനിയാട്ടമോ കുച്ചിപ്പുടിയോ എന്തോ കളിച്ചും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു പുള്ളിക്ക് റീൽ കിട്ടാൻ, അല്ലെങ്കിൽ ആ റീൽസ് ഇട്ടിട്ട് കുറച്ച് എന്തെങ്കിലും ആദായം കിട്ടാനായിരിക്കും. വൈദികനെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്, കാരണം ഒരു വൈദികൻ ഇത് ചെയ്യേണ്ട കാര്യമല്ല. ഒരു വൈദികനോ സന്യാസിയോ, അതെനിക്ക് തോന്നുന്നത് സംഭവിച്ചു പോകുന്നത് ഇങ്ങനെയാണ്. ദൈവവിളി ഇപ്പോൾ കുറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നാലും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ കയറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രമാണോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിൻ്റെ രൂപതാ അധികാരികൾ തീരുമാനമെടുക്കാൻ സാധ്യതയില്ല. കാരണം ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നവരാണല്ലോ കൂടുതലും. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഈ അൽമാരും ഇതിനകത്ത് വളരെ മുമ്പന്തി നിൽക്കുന്ന കുറേ പേരുണ്ട്. കാരണം അവരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ കമൻറ്റ് വായിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്തുമ്പം പലരുടെയും ഉള്ളിൽ ഒരു വൈദികനെ കാണുന്ന രീതിയിൽ അല്ല അവരെ പെരുമാറ്റം. അപ്പം ഞാൻ അവർക്ക് പറഞ്ഞ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ബൈബിൾ ഇവരെക്കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു വാക്കുകൂടെ ഒന്ന് വായിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പിന്നെ വ്യക്തമായി നമുക്ക് ചില മേഖലകൾ ചിന്തിച്ച് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു വിഷയമായിട്ട് എടുക്കാം. യൂദാസ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 ഒറ്റ അധ്യായമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒന്നൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 4-ാം തിരുവചനം, പണ്ട് തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. കണ്ടോ, പണ്ട് തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ട ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ പറയുകയാണ്, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി, ദൈവകൃപയെ, വൈദിക അവസ്ഥയെ, പൗരോഹിത്യത്തെ, അപ്പസ്തോലികത്തെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി. ഇപ്പോൾ ഒരു വൈദികനെന്ന് പറയുമ്പം സ്വീകാര്യത ലഭിക്കും. ഓരോരുത്തർ പറഞ്ഞ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർ പറഞ്ഞൊരു കാര്യമാണ്, യേശു ക്രിസ്തു കുരിശ് മരിച്ചില്ല എന്ന് വരെ പഠിപ്പിക്കുന്ന ദൈവശാസ്ത്ര പുരോഹിതന്മാരുണ്ടെന്ന് പറഞ്ഞു, വൈദികരുണ്ടെന്ന് പറഞ്ഞു.
ഇപ്പം ഞാൻ അവർക്ക് തിരിച്ചൊറ്റ കാര്യമേ ഈ പറഞ്ഞുള്ളൂ. എന്തിൻ്റെ പേരിലാണ് പിന്നെ ഇവർ ഉൾപ്പെട്ടിരിക്കുന്നത്? ഈ ലോഹ എന്ന് പറയുന്നവരെണ്ണം വിട്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഇവർ എന്ത് പറഞ്ഞും കൊണ്ടാണ് കുർബാന അർപ്പിക്കുന്നത്, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്? അപ്പോൾ ഒരു വിചിത്രത പോലെ നമുക്ക് തോന്നും. എന്നിട്ട് ജീവിതത്തിനെ ദുർവിനിയോഗിക്കും, അവരെ അശുദ്ധിക്ക് വേണ്ടി ദുർവിനിയോഗിക്കും. എന്നിട്ട് എന്തു ചെയ്യും? നമ്മുടെ ഏകനാഥനും കർത്താവുമായ എടുത്തു പറയുകയാണ്, യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ അവർ തള്ളിപ്പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവർക്കുള്ള ശിക്ഷ കഠോരമായിരിക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ന്യായീകരിക്കുന്ന കുറേ പേരെ നമുക്ക് ലോകത്ത് കാണാൻ പറ്റും. ന്യായീകരിക്കുന്ന കുറേ പേരുണ്ട്. അവരെക്കുറിച്ച് ഒന്ന് പറഞ്ഞേക്കുകയാണ്. റോമാക്കാർക്ക് ലേഖനം 1:32. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ചെയ്യുന്നവർക്കും കർത്താവിൻ്റെ മുമ്പിൽ ശിക്ഷാവിധിയുണ്ട്. ഇതിനെ അംഗീകരിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ പോലും അത് അപകടമാണെന്ന് വചനം പറയുന്നു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ചിന്തിച്ചു വന്ന മേഖലകളിലേക്കൊന്ന് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4 നമ്മൾ ചിന്തിക്കുകയാണ്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപം നിർമ്മിക്കരുത്. നിയമാവർത്തനം 5:8 നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്. പ്രിയമുള്ളവരെ, വിശുദ്ധരുടെ ജീവിതം നമ്മൾ പഠിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധർ ദൈവവചനം കേട്ടതിന് ശേഷം തങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇന്ന് പലപ്പോഴും ദൈവവചനം കേൾക്കുന്ന പലതും ഉപേക്ഷിക്കാനല്ല, എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ് വചനം കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്ന പലതും അവർക്ക് നേടാൻ പറ്റുന്നില്ല. കാരണം ഒരു വിശുദ്ധി എല്ലാ വിശുദ്ധരും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്തു ആരാണ് എന്ന് നിങ്ങൾ അറിയുക. ഞങ്ങൾ ആ മാർഗത്തിൽ ജീവിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിശുദ്ധ ജീവൻ നയിക്കാൻ പറ്റിയത്. ഇനി നമ്മൾ കാണുന്നൊരു കാര്യം, അതുകൊണ്ട് ഞങ്ങൾ പോയ വഴികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മാതൃകയാക്കാം എന്നാണ് വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും ഒരു നൊവേന കൊണ്ട് അങ്ങ് ഒതുക്കുന്നു, കുറച്ച് നേർച്ചകളും കാഴ്ചകളും കൊണ്ട് ഒതുക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഈ മൃഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. വ്യാജ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്, കള്ളക്രിസ്തുമാരെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. ഞാനൊരു വാക്ക് മാത്രം ഒന്ന് വായിക്കാം. നമുക്കൊരുപാട് വ്യാഖ്യാനങ്ങൾ ആവശ്യമുള്ള മേഖലയാണ്. വെളിപാട് പുസ്തകം 13:15 മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് എന്ന് വെച്ചാൽ കള്ളപ്രവാചകൻ്റെയോ അല്ലെങ്കിൽ വ്യാജക്രിസ്തുവിൻ്റെയോ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെയോ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരുവാൻ, അല്ലെങ്കിൽ ആ പ്രതിമകൾക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാര ശക്തി ലഭിക്കാനും പ്രതിമ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത്. അപ്പോൾ വരും കാലഘട്ടങ്ങളിൽ ഈ വിഗ്രഹങ്ങളെല്ലാം ഇതിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ AI കാലഘട്ടങ്ങളിൽ അന്തോനീസ് പുണ്യാളൻ വളരെ വിശുദ്ധി ജീവിച്ചൊരു വ്യക്തിയാണ്, ഒരുപാട് മാതൃകയാക്കാവുന്ന ഒരു വിശുദ്ധനാണ്. എന്നാൽ അന്തോനീസ് പുണ്യാളൻ്റെ ഒരു സ്ഥലത്ത് നൊവേനയ്ക്ക് പോകുന്നൊരു വ്യക്തിക്ക് അന്തോനീസ് പുണ്യാളൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ അന്തോനീസ് അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. മുമ്പൊരു ചേട്ടൻ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ പൊന്ന അന്തോനീസ് പുണ്യാള ഉണ്ണീശോയെ രക്ഷിക്കണേ എന്ന്. കാരണം ഉണ്ണീശോ ചെറുതും അന്തോനീസ് പുണ്യാളൻ വലുതുമായതുകൊണ്ട് ഇച്ചിരി പ്രായം പക്വതയുള്ള അന്തോനീസ് പുണ്യാളൻ ഉണ്ണീശോയെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഉണ്ണീശോ കൊച്ചാണല്ലോ. അതിനൊരു അടിസ്ഥാന കാരണമുണ്ട്. അത് വിശുദ്ധ അന്തോനീസും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണത്തെയും നിഷ്കളങ്കതയും കാണിക്കുന്നതിൻ്റെ ഒരു പ്രതീകാത്മകം മാത്രമാണ്. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, രൂപം കൊണ്ടുള്ള പരിപാടി കൂടുതലായപ്പോഴത്തേക്ക് നേർച്ചയിടിയിലും 9 ദിവസം നൊവേനയുമായി സാമ്പത്തിക ആദായം ഉണ്ടാക്കുന്നൊരു മേഖലയായിട്ട് ഇത് മാറ്റപ്പെട്ടു. ആദ്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില കാര്യം മാറിയാലേ പുറത്തുള്ള ഇതുപോലെ വിഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം മാറത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഇനി വരും കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ പുതിയ ടൈപ്പ് അന്തോനീസ് പുണ്യാളൻ ഇറങ്ങും. അന്തോനീസ് പുണ്യാളൻ്റെ ഉടുപ്പുണ്ടാവും, മുഖവും അതുപോലെയൊക്കെ ഇരിക്കും, കഷണ്ടിയൊക്കെ ആയിട്ട്, തലയൊക്കെ കഷണ്ടിയാണ്, മുഖമൊക്കെ അതുപോലെ ഇരിക്കും. പക്ഷെ അന്തോനീസ് പുണ്യാളൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ റോബോട്ട് അന്തോനീസ് പുണ്യാളനായിരിക്കും.
ഈ അന്തോണീസ് പുണ്യാളൻ തന്നെ വരുന്നവർക്ക് കൈ ഇങ്ങനെ വെച്ച് അനുഗ്രഹിക്കും. റോബോട്ടിന് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. നേർച്ച അന്തോണീസ് പുണ്യാളൻ തന്നെ കൊടുക്കും. അതുപോലെ തന്നെ നേർച്ച സ്വീകരിക്കുന്നതും അന്തോണീസ് പുണ്യാളൻ സ്വീകരിക്കും. എന്ത് എളുപ്പമാണ്. അപ്പോൾ പെട്ടിയുടെ ആവശ്യം വരുന്നില്ല, കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരാൾ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ കാര്യങ്ങളും അന്തോണീസ് പുണ്യാളൻ തന്നെ അങ്ങ് ചെയ്യും. അപ്പോൾ ഈ ചലിക്കുമ്പോൾ, കണ്ണ് തുറക്കുമ്പോൾ, ചിരിക്കുമ്പം കുറച്ചുകൂടെ എളുപ്പമാകും. ഇതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരെ ജർമ്മനിയിൽ ഇപ്പോൾ വൈദികരെ പകരം റോബോട്ടുകളായി തുടങ്ങി എന്നുള്ള വാർത്തകൾ ഇൻ്റർനെറ്റിലുണ്ട്. പല മതങ്ങളും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മാവില്ലാത്ത, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു യന്ത്രം തന്നെ മനുഷ്യനെ അനുഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ലോകം എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ വിശുദ്ധരും നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ജീവിച്ച് കടന്നുപോയവരാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ജനത്തെ ഇവിടെ ഉരുവാക്കിയെടുത്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തെ നഷ്ടപ്പെടുത്തി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആത്മബന്ധത്തെ ഇല്ലാതാക്കുന്ന കുറേ പരിപാടികൾ നമ്മുടെ കത്തോലിക്കരുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് അതിങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. ഇനി ഉടനെ തന്നെ ചിലർ ഇത് പറയുമ്പോൾ ഉടനെ തന്നെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇതൊക്കെയാണ്: മോശ അന്ന് സർപ്പത്തെ ഉയർത്തിയപ്പോൾ ദംശനമേറ്റവരെല്ലാം മരിച്ചു വീണവർക്കൊക്കെ, അല്ലെങ്കിൽ പിന്നെ ആരും മരിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഞാനത് മൊത്തത്തിലൊക്കെ പോകാൻ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പം എന്താണെന്ന് ചോദിക്കും. ഇസ്രായേൽക്കാരുടെ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സർപ്പദംശനം ഏറ്റതെന്ന് വെച്ചാൽ സംഖ്യാപുസ്തകം 21:5 മുതൽ നിങ്ങൾ വായിച്ചാൽ മതി. കാരണം അപ്പം തിന്നും അടുത്തു, ഞങ്ങളെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് ഈ ദൈവമായ കർത്താവ് മോശയെ അയച്ച് അഹ്റോനെയും വിട്ട് കഷ്ടപ്പെട്ട് ഈ ജനത്തെ അവിടുന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുമ്പം അഹങ്കാരം കയറി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ കർത്താവ് എന്തു ചെയ്തു? ആഗ്നേയ സർപ്പങ്ങളെ അയച്ച് അതിൻ്റെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേര് മരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കർത്താവിനെതിരെ സംസാരിച്ചപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് മോശയോട് പറഞ്ഞു. അങ്ങനെ മോശ എന്തു ചെയ്തു? ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക, ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. അങ്ങനെ ആ ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. ഇനി ഈ പിച്ചള സർപ്പത്തിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ആരാധനയായിട്ട് കൊണ്ടു നടക്കാൻ ഇപ്പോഴത്തെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടിയതായിരുന്നു. ആ സർപ്പം ഇപ്പോഴും പല സ്ഥലത്ത് സർപ്പം ഇരിപ്പുണ്ട്, പല സ്ഥലത്തും ഇരിപ്പുണ്ട്. ഗീവർഗീസ് പുണ്യാളനും സർപ്പവും തമ്മിലുള്ള ബന്ധം വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പല പള്ളികളിലും ഈ സർപ്പത്തോടുള്ള പരിപാടി നിർത്തും. ചിലയിടത്തൊക്കെ സർപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുക, പുണ്യാളം പോലും കാണാത്ത സർപ്പങ്ങളാണ് പലയിടത്തും ഇരിക്കുന്നത്. ഇനി എന്താ സംഭവിച്ചത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 18:4 തലമുറ ഇവർ ഈ സർപ്പവുമായിട്ട് വരികയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സർപ്പം കൊണ്ട് നടക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി വല്ല നിമിഷമായിട്ട് വീണ്ടും സർപ്പത്തെ നോക്കിക്കൊണ്ടിരിക്കും. അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് ഉയർത്തിയതാണ്. അത് ഈശോയും പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് 18:4 പറയുന്നത് ഇങ്ങനെയാണ്: മോശ ഉണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ട് സർപ്പത്തിന് മുമ്പിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവനത് തകർത്തു. ഹെസക്കിയ എന്ന് പറഞ്ഞ യൂദാ രാജാവ് ഈ സർപ്പത്തെ അവിടെ വെച്ച് തകർത്തു എന്നാണ് പറയുക. കാരണം അതിൻ്റെ ആവശ്യം അന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലത് കർത്താവ് ചെയ്യാൻ പറയുന്നു. അത് വീണ്ടും പിന്നൊരു ആവശ്യത്തിന് വേണ്ടുന്നതല്ല എന്നുള്ളത് കൊണ്ട് ചിലർ അത് പിന്നെയും വെച്ചുകൊണ്ടിരിക്കും. ഏറ്റവും അവസാനം അത് കർത്താവ് തന്നെ ചിലരെ നിയോഗിച്ച് തകർക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 3:14 മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ കണ്ടതിനെ ഈശോ പറയുകയാണ്. ഇതിൻ്റെ മറ്റൊരു മേഖല ഈശോ പറയുകയാണ്, അന്ന് ദംശനമേറ്റവർ അത് നോക്കി അവർക്ക് ജീവൻ കിട്ടിയെങ്കിൽ ഇന്ന് നിങ്ങൾ എന്നെ എന്തു ചെയ്യുന്നു? ഞാൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. അപ്പം നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന മറ്റെല്ലാവിധ ആരാധനാ രീതികളും ഒരു ക്രിസ്ത്യാനി ഉപേക്ഷിക്കണം എന്നാണ് വചനം പറയുക. ഞാൻ അടുത്ത ഒരു മേഖലയിലേക്ക് കടന്നിട്ട് മറ്റിലേക്ക് വരാം. ആൾ ദൈവങ്ങളുടെ ഒരു മേഖല ഇന്ന് വർദ്ധിച്ചു വരികയാണ്. എന്താണ് ആൾ ദൈവങ്ങളുടെ പ്രത്യേകത?
ആൾദൈവങ്ങളുടെ പ്രത്യേകത ഒന്ന്, സ്വന്തം മഹത്വത്തിന് വേണ്ടി ജീവിക്കുക. ക്രിസ്തുവിന് കൊടുക്കേണ്ട മഹത്വത്തിന് പകരം സ്വന്തം മഹത്വം കൊണ്ട് നടക്കുന്ന കുറേ പേർ. അങ്ങോട്ടും പ്രീതിപ്പെടുത്തും, ഇങ്ങോട്ടും പ്രീതിപ്പെടുത്തും. മുഖസ്തുതിയും അതുപോലെ സ്വമഹത്വവുമായിട്ട് നടക്കുന്ന കുറേ മനുഷ്യർ. അതിൽ ധ്യാനഗുരുക്കന്മാരുണ്ട്, ശുശ്രൂഷകരുണ്ട്, രാഷ്ട്രീയക്കാരൊക്കെ അവർ ദൈവവചനവുമായിട്ട് ബന്ധമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു. ലോകത്തുള്ള പല മനുഷ്യരും അങ്ങനെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയുടെ ജീവിതത്തിന് പ്രത്യേകതയുണ്ട്. ആ വ്യക്തി ജീവിക്കേണ്ട രീതിക്ക് വ്യത്യാസമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ക്രിസ്തു പറഞ്ഞ പോലെ ജീവിക്കണം, ലോകം പറയുന്ന പോലെയല്ല. യോഹന്നാൻ സുവിശേഷം 5:41 പറയുന്നുണ്ട്, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. പലരും ധാരണ അവർ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവത്തിന് പുണ്യം കിട്ടാനെന്നാണ്. ദൈവം ആരാണെന്ന് അറിഞ്ഞ് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതിയുള്ളവനായി മാറുക. എന്നിട്ട് 44 പറയുക, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കണം, യേശുക്രിസ്തുവിന് കൊടുക്കണം, സ്വർഗീയ പിതാവിനും പരിശുദ്ധാത്മാവിനും കൊടുക്കണം. ദൈവമായ കർത്താവിന് ആ മഹത്വം കൊടുക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം ദൈവം തന്നെ ഒരു മഹത്വം നൽകും. അതിന് ലോകത്തിൻ്റെ മഹത്വം തേടി പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ഒരുപാട് പേര് ലോകത്തിൻ്റെ മഹത്വം തേടി പോകുന്നവരുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ മഹത്വം തേടി പോകുന്നവരൊരു പ്രത്യേകത, അവർ പേരെടുക്കണം, പ്രശസ്തരാകണം, പോസ്റ്ററിൽ എൻ്റെ പേര് വരണം, നോട്ടീസ് എൻ്റെ പേര് വരണം, അത് വെച്ചില്ലെങ്കിൽ കടന്ന് അടിയുണ്ടാക്കുക, പ്രശ്നമുണ്ടാക്കുക, ഇങ്ങനെയുള്ള പലരൊക്കെ ഉണ്ട്. എൻ്റെ പേര് വലിയ അക്ഷരത്തിൽ വേണം, എൻ്റെ ഡിഗ്രി മുഴുവൻ ആ പേരിൻ്റെ സൈഡിൽ വേണം. ആൾദൈവങ്ങളിലേക്ക് ഒരു പ്രത്യേകത, ചിലർക്ക് രോഗശാന്തി പ്രാർത്ഥന നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരാണ് നടത്തുന്നുള്ള, ക്രിസ്തുവിന് അവിടെ റോളൊന്നുമില്ല, പേര് ക്രിസ്തുവിൻ്റെ പേരില്ല. അതുകൊണ്ടാണ് ഈ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും ലോകത്തിൽ എങ്ങും പ്രത്യക്ഷപ്പെടും, അവർ എല്ലാവരെയും വഴിതെറ്റിക്കുമെന്നാണ് ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാവരെയും വഴിതെറ്റിക്കും. അങ്ങനെ വഴിതെറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ അന്ത്യകാലത്തെല്ലാം ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇതേ നോക്കി ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ നടുവിൻ്റെ ആ ഭാഗത്ത് വേദനയില്ലേ എന്ന് പറയുന്നേക്കാം. എന്നിട്ട് നിങ്ങളുടെ പേരെന്താന്ന്? എടാ, നടുവിന് വേദന ഉണ്ടെന്ന് അറിഞ്ഞവന് പേരറിഞ്ഞൂടെ? നടുവിന് വേദന ഉണ്ടെന്ന് പറഞ്ഞു. മിക്കവാറും കസേര കുറച്ച് നേരം ഇരിക്കുമ്പോൾ നടുവിനൊക്കെ വേദന ഉണ്ടാകുന്നേ. അത് കർത്താവ് സുഖപ്പെടുത്തിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. രോഗസൗഖ്യം കർത്താവ് തരും. അത് കർത്താവിൻ്റെ വരദാനങ്ങളിൽ പെട്ടതും അങ്ങനെ രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത് ഈശോയുടെ ഉദ്ദേശമായിരുന്നു. പക്ഷേ ഈ രോഗശാന്തി വെച്ചും കൊണ്ട് കച്ചവടമാക്കി ആൾദൈവമാകുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലും ഉണ്ട്. അവർ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കും. അതായത് നേരത്തെ പറഞ്ഞത്, അവർ ക്രിസ്തുവിനെ ഉപയോഗിച്ച് ഒരുപാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ വിശുദ്ധ ഫ്രാൻസിസിയെ പോലെയും വിശുദ്ധ അന്തോനീസിനെ പോലെയും അല്ലെങ്കിൽ മറ്റു വിശുദ്ധരെ പോലെയും ഒന്ന് ഉപേക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നത് പോലെയൊക്കെ ഉള്ള രീതിയിൽ കടന്നു വന്ന് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നവരും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ലെവലിൽ പോകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇങ്ങനെ ഓരോ രോഗശാന്തി കൊടുത്തിട്ട് അതിങ്ങനെ ക്യാമറയിൽ പിടിച്ച് കുറേ പേരെടുത്ത് ഇങ്ങനെ കാണിച്ച് പിന്നെ അതൊരു മാർക്കറ്റിംഗ് ആക്കി അതിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഉപയോഗിച്ച് പല പരിപാടികൾ. ഒരു രോഗശാന്തി ശുശ്രൂഷ ഒരാളടുത്ത് പറഞ്ഞതാ, എനിക്ക് നിങ്ങൾ ഇത്ര രൂപ തരണം, കാരണം നിങ്ങൾ ഈ രോഗവുമായിട്ട് പോയി നിങ്ങൾക്ക് 4 ലക്ഷം രൂപ ചിലവാണ് ഈ രോഗം മാറ്റി കിട്ടണമെങ്കിൽ, ഓപ്പറേഷൻ ചെയ്ത് മറ്റൊരു അവയവമൊക്കെ. ഈ അവയവം ഞാനിപ്പോൾ സുഖപ്പെടുത്തി തരാം, ഞാൻ സുഖപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതി കാശ് എനിക്ക് തന്നാൽ മതി. എന്ത് ബിസിനസ്സാണ്, ഡീലാന്ന് നോക്കി. നടന്ന കാര്യം ഞാൻ ചുമ്മാ ഒന്നും പറയുന്നതല്ല, നടന്ന കാര്യം ഞാനീ പറയുന്നത്. ഞാനൊരു 10-15 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് എനിക്കിത് കൃത്യമായിട്ട് അറിയാം. നടന്ന കാര്യം ഞാനീ പറഞ്ഞത്. തീർച്ചയായിട്ടും അവർ 4 കൊണ്ട് ആശുപത്രിയിൽ കൊടുത്താൽ ഇയാൾക്ക് 2 കൊടുക്കത്തില്ല, അത് വേറെ കാര്യം. കർത്താവിനും കൊടുക്കത്തില്ല. പക്ഷെ കർത്താവിൻ്റെ പേരിൽ ഇത് ചെയ്യുമ്പം ഒരു കാര്യം ആലോചിച്ച് വേണം, നിങ്ങൾക്ക് ദാനമായി കിട്ടി നിങ്ങൾ ദാനമായിട്ട് കൊടുക്കാൻ പറഞ്ഞത് ഇന്ന് കച്ചവടത്തിന് നടത്തിക്കൊണ്ടിരിക്കുക, അത് മൊത്തം പോസ്റ്റ് അടിക്കുക. പ്രിയമുള്ളവരെ, യേശു എവിടെ വരുന്നുണ്ടോ അവിടെ സൗഖ്യം ഉറപ്പാണ്. യേശു എവിടെ വരുന്നുണ്ടോ അവിടെ അനുഗ്രഹം ഉറപ്പാണ്.
അതിനവിടെ നമ്മൾ പ്രാർത്ഥനകൾ നടത്തേണ്ടത് ആവശ്യമാണ്. പക്ഷേ അത് മുതലെടുപ്പായിട്ട് മാറുമ്പം ആൾദൈവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇതുപോലെ ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുകയും സൗഖ്യമൊക്കെ നടത്തുകയും ചെയ്തപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായത് ഞാനൊന്ന് വായിക്കാം. അതൊന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ബോധ്യപ്പെടും. ആ മേഖലയൊന്ന് മനസ്സിലാക്കിയാൽ നമുക്കിതിൻ്റെ ആഴമൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരെങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ശുശ്രൂഷകരെങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ഇത് സഹായകരമാണ്. അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം. ലിസ്ത്രായിൽ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിലുണ്ടായിരുന്നു. ജന്മന മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറയും, അന്ന് ഫേസ്ബുക്ക് ഇല്ലായിരുന്നു, വാട്സപ്പ് ഇല്ലായിരുന്നു, യൂട്യൂബ് ഇല്ലായിരുന്നു. പ്രിയമുള്ളവരെ, അന്ന് ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും ഒറ്റ പ്രസംഗത്തിൽ വിശുദ്ധ പത്രോസിന് ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് വിശ്വാസത്തിലേക്ക് വരികയും മാമോദിസ സ്വീകരിക്കുകയും ചെയ്തെങ്കിൽ ഇന്ന് കർത്താവ് പ്രവർത്തിക്കാൻ സന്നദ്ധനാണ്. അതിനേക്കാൾ ശക്തമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കും. നമുക്ക് കർത്താവിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. അപ്പം ജന്മന മുടന്തനായിരുന്ന അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട്. എന്തിനാ സൂക്ഷിച്ചു നോക്കിയത്? അവന് വിശ്വാസമുണ്ടോ എന്ന് അവനെ നോക്കി മനസ്സിലാക്കിയായിരുന്നു. തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇതുപോലൊരു സൗഖ്യം നമ്മുടെ ഇടയിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരും ഇതുപോലെ ധ്യാനിപ്പിക്കുന്നവരെ, ശുശ്രൂഷിക്കുന്നവരെ എന്തു ചെയ്യും? ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി. ഇതുപോലെ കുറേ ദേവന്മാരുണ്ട്, ആൾദൈവങ്ങളുണ്ട് ഭൂമിയിൽ. ഇനി ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർണബാസിനെ സേവൂസ് എന്നും, പൗരസഭയുടെ കൂടെ ബർണബാസ് ഉണ്ടായിരുന്നു, സേവൂസ് എന്നും, നഗരത്തിന് മുമ്പിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും സേവൂസ് എന്നും വിളിച്ചു. ബർണബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നില്ല, അവനെ ഹെർമസ് എന്നും വിളിച്ചു. ഇത് രണ്ടും ആ കാലഘട്ടങ്ങളിൽ അവർ ആരാധിക്കുന്ന 2 ദേവന്മാരുടെ പേരുകൾ അവർക്ക് കൊടുത്തു. ഗ്രീക്ക് ദേവനാണ് ഈ ഹെർമസ് എന്ന് പറയുന്നത്. വാണിജ്യം, യാത്ര, ഭാഷ, ഇടയവേല എന്നിവിടെയൊക്കെ ഒരു ദേവനായിട്ടാണ് ഈ ഹെർമസിനെ അവർ ഹെർമസിനെയൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഒളിമ്പിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിന് വലിയ ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയുക. അതുപോലെ തന്നെ ബർണബാസിനെ വിളിച്ച സേവൂസ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ എന്ന് പറയും. അതുപോലെ പൗലോസിനെ മെർക്കുറി എന്ന് പറയുന്ന ഒരു ദേവനെയും കൂടെ അതിനോട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. എങ്ങനെയാണെങ്കിലും ഇനി സംഭവിച്ചത് എന്താ? നഗരത്തിന് മുമ്പിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിൽ, അപ്പം ഈ സേവൂസിന് ഒരു ക്ഷേത്രം കൂടിയുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ പുരോഹിതൻ അവർ നോക്കിയപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹത്തിനൊരു പ്രത്യേകത ഉള്ളത്, ഇത് അനങ്ങത്തുമില്ല, തിരിയത്തുമില്ല, സേവൂസിനെ പോലെ ഒരെണ്ണത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പം ഈ സേവൂസിനെ ക്ഷേത്രത്തിലെ പുരോഹിതൻ എന്ത് ചെയ്തു? സേവൂസിൻ്റെ ആത്മാവിലിക്കരുത്, സേവൂസ് ആണ്. ഇപ്പോൾ മനുഷ്യരൂപം ധരിച്ച് വന്നിരിക്കുകയാണ് സേവൂസ്. അതുകൊണ്ട് ആ പുരോഹിതൻ ഒരു കാര്യം ചെയ്തു. പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. നമ്മുടെ പല പുരോഹിതന്മാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ഓടിക്കൂടും. കത്തോലിക്ക സഭയ്ക്കകത്ത് ചില അത്ഭുത പ്രവർത്തകരായ ചില ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, അച്ഛന്മാരെ വാ വാ വാ, എല്ലാ അച്ഛന്മാരും വന്നേ, എല്ലാ സിസ്റ്റേഴ്സും വന്നേ, ഇത് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ എന്ന് പറയും. അപ്പോൾ ഇവരെ ധാരണ എന്താണെന്നറിയാമോ? ഈ പരിഗണന കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഉടനെ ഇവർ ഓടി വന്ന് അവരെല്ലാം അവിടെ തീർത്തും. ഈ പുള്ളിക്കാരൻ അച്ഛനെയും സിസ്റ്ററിനെയൊക്കെ അംഗീകരിക്കുന്നത് കാണിച്ച് സഭയ്ക്കകത്ത് ഈ അഭ്യാസം എടുത്ത് നിലനിൽക്കാൻ വേണ്ടുന്ന പുള്ളിയുടെ തന്ത്രമായത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം പലർക്കും ഇല്ല. ഉടനെ അവിടെ കിടന്ന് കുറേ ചേട്ടത്തിമാരും ചേട്ടന്മാരും കിടന്നങ്ങ് നിലവിളി തുടങ്ങും, ബഹളം തുടങ്ങും. ഇനി സൗഖ്യം കിട്ടിയ മനുഷ്യൻ വീണ്ടും വീട്ടിൽ പോയി പുകവലിയും മദ്യപാനവും പരിപാടിയുക. അനുഗ്രഹം കിട്ടിയ മനുഷ്യൻ ഒരിക്കലും ധ്യാനകേന്ദ്രത്തിലൊരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞതാണ്, എൻ്റെ ഭർത്താവിനെ ഞാനിവിടെ ധ്യാനിപ്പിക്കാൻ കൊണ്ടുവന്നു. രോഗശാന്തി പ്രാർത്ഥനയുടെ സമയത്ത് ഭർത്താവിന് സൗഖ്യം കിട്ടി. തളർവാദം പിടിപെട്ട ആംബുലൻസിൽ അവിടെ കൊണ്ടുവന്നത്.
സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പുള്ളി പറഞ്ഞു നമുക്ക് കിട്ടാളെ കിട്ടിയില്ലേ, ഇനി നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ഭയങ്കര മദ്യപാനിയായിരുന്നു, ഭാര്യ എടുത്തിട്ട് തല്ലുന്ന വ്യക്തിയായിരുന്നു. തളർവാദം പിടിപെട്ടപ്പം ആ മനുഷ്യനെ വലവും മൂത്രവും എല്ലാം ഈ ചേട്ടത്തി എടുത്തു മാറ്റി പരിചരിച്ച് സ്നേഹത്തോടെ കൊണ്ടു നടന്നു. എൻ്റെ ഭർത്താവിന് എങ്ങനെ സൗഖ്യം കിട്ടണമെന്ന് വിചാരിച്ച് ഈ മനുഷ്യനെ ആംബുലൻസ് കയറ്റി ഇവിടെ കൊണ്ടുവന്നത്. എത്ര കാശ് വേണമെങ്കിലും മക്കളും കുടുംബവും എല്ലാം ചിലവാക്കാൻ തയ്യാറായി. സൗഖ്യം കിട്ടി, വീട്ടിൽ ചെന്നു. ഉടനെ തന്നെ പല പഴയ കൂട്ടുകാരെല്ലാം വന്നു. ഉടനെ തന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് വീണ്ടും കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ആരോഗ്യം കിട്ടിയ ചേട്ടൻ പഴയ മദ്യപാനത്തിലേക്ക് പോയി. ആ ചേട്ടത്തി ധ്യാന കേന്ദ്രത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ട് എനിക്കൊരു സാക്ഷ്യം പറയണമെന്നും പറഞ്ഞ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് പറയുന്നത്, ധ്യാനകേന്ദ്രമൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് കയറിയിട്ട് ആ ചേട്ടത്തി ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഭർത്താവ് തളർവാദം പിടിപെട്ട് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് സൗഖ്യപ്പെട്ടു പോയ വ്യക്തിയാണ്. ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഭർത്താവ് വീണ്ടും തളർവാദം വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഉടനെ സാക്ഷ്യം പറയിപ്പിക്കാൻ നിന്ന ഭർത്താവ് ഉടനെ മൈക്ക് പിടിച്ചു മാറ്റി. കാരണം നമുക്ക് ഈ മറ്റുള്ളവന് വരുന്ന വരവരായികളൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിങ്ങനെ കുറേ നമ്മളെ പ്രീതിപ്പെടുന്ന കുറേ പരിപാടികൾ ചെയ്താൽ മതിയല്ലോ. ഉടനെ പറഞ്ഞു ഇല്ല ഞാനത് പറഞ്ഞു തീർക്കട്ടെ. പുള്ളി ചേട്ടത്തി എന്തായാലും മൈക്ക് കൊടുത്തില്ല, പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കാരണം എൻ്റെ ഭർത്താവ് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്നും പറഞ്ഞ് ഈ ചരിത്രം മൊത്തം ഉടങ്ങ് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എൻ്റെ ഭർത്താവ് വീണ്ടും തളർവാദം വന്നാൽ ഞാൻ ഇനി എത്ര നാൾ വേണേലും നോക്കിക്കോളാം, പക്ഷേ ആ മനുഷ്യൻ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ഒരവസ്ഥ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. കണ്ടോ പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് സൗഖ്യം തരുന്നത്, അനുഗ്രഹം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അത്ഭുത പ്രവർത്തന കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ ആ അത്ഭുത പ്രവർത്തന കൃപ സമ്പത്തുണ്ടാക്കാനോ പേരെടുക്കാനോ പ്രശസ്തനാകാനോ ഒന്നും ഉള്ളതല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ദൈവമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞത് പ്രകാരം വെച്ചുകൊണ്ട് ഏതെങ്കിലും ആൾ ദൈവങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ, ഇവരെയാണ് ആൾ ദൈവം എന്ന് പറയുന്നത്. പേര് പറയാൻ ഇഷ്ടം പോലെ ഉണ്ടെന്നേ, ഇഷ്ടം പോലെയുണ്ട് പേര് പറയാൻ. അച്ഛന്മാരുണ്ട്, അൽമായരുണ്ട്, സന്യസ്തരുണ്ട്, നിരവധിയുണ്ട്. തമ്മി പോരുക, ഒരെണ്ണം കയറി വരുമ്പോൾ മറ്റേവനെ ഒതുക്കും. അങ്ങനെ ഒതുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയടി. ചില ധ്യാനകേന്ദ്രങ്ങൾ അവരെ ധ്യാനകേന്ദ്രത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി ഇതുപോലെ ചില അൽമാരെ ഉപയോഗിച്ച് ആൾ കൂടിക്കഴിയുമ്പം അവരെ പുറത്താക്കലും പരിപാടിയുമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഏകദേശമൊക്കെ മനസ്സിലായി കാണുമായിരിക്കുമല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിയുക. ഇതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഈ പുറത്താക്കുന്നവനും പുറത്താക്കപ്പെട്ടവൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും മഹത്വം സ്വയം വേണ്ടതുകൊണ്ടാണ്. കാരണം ഈ അത്ഭുത പ്രവർത്തകനായി നടക്കുന്ന പാർട്ടിക്ക് മറ്റവരെ സപ്പോർട്ടിന് വേണ്ടി അവരെ കാലേ പിടിച്ച് പല അഭ്യാസങ്ങളും എടുത്തു. എന്നിട്ട് പലരും പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ അവിടെ ശുശ്രൂഷയ്ക്ക് പോയിട്ട് അവിടുത്തെ 10 പൈസ പോലും മേടിച്ചില്ല, ഞാൻ സൗജന്യമായിട്ടാണ് ചെയ്തതെന്ന്. അൽമാരൊക്കെ പല വിശ്വാസികളും മടയരായതുകൊണ്ടാണ്. ഇയാൾ അവിടെ പോയി പല കാര്യങ്ങളും ചെയ്തിട്ട് ആരായിക്കൊള്ളട്ടെ, ഇത് പറയുന്ന ഒരുപാട് പേരുണ്ട്. സൗജന്യം നല്ലതാണ്, പക്ഷേ ആ സൗജന്യം 100 രൂപ കിട്ടേണ്ടടുത്ത് അത് വേണ്ട എന്ന് വെച്ച് സൗജന്യം നല്ലതാണ്, പക്ഷേ അതുവഴി 10,000 വേറെ വഴിക്ക് ഒപ്പിക്കാമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ 100 രൂപ വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാനുള്ള ബോധം സാധാരണ മനുഷ്യർക്കില്ലാതെ പോയതുകൊണ്ട് അത് മുതലെടുപ്പായിട്ട് കാണരുത്. അതുകൊണ്ട് ഹോസിയ പ്രവചനത്തിൽ പറഞ്ഞ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ അവിടെ പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു, മനുഷ്യൻ്റെ രോഗവും പാപവും തകർച്ചയും കൊണ്ട് അവർ ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും ആദിമ സഭയിലെ വിശുദ്ധരെ പോലെ ഇന്ന് വിശുദ്ധരെ കാണുവാൻ ചുരുക്കമാണ്. ഇനി ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. ഈ പുരോഹിതം വന്ന് കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന്, ഇപ്പോൾ കാളകളൊന്നും കൊണ്ടുവരത്തില്ല, പൂമാല കൊണ്ടുവരും. ഇപ്പോൾ കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇത് അറിഞ്ഞിട്ട് അപ്പോസ്തലന്മാരായ ബർണബാസും പൗലോസും വസ്ത്രം കീറി, ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്, വ്യർത്ഥമായി ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം എന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മിലൂടെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, കൃപകളെ ഓർത്ത് എളിമപ്പെട്ട് നന്ദി പറയുക. സൗഖ്യം കിട്ടിയതെല്ലാം നമുക്ക് കർത്താവ് ചെയ്ത കാര്യമാണ്. അത് തനിയെ പബ്ലിസിറ്റി ആയിക്കോളും. അതിന് പ്രത്യേകിച്ചൊരു പബ്ലിസിറ്റി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇവരെന്ത് ചെയ്തു? ഇവർ ചെയ്തൊരു കാര്യമാണ്, അവർ വസ്ത്രം വലിച്ചു കീറിയിട്ട്, അപ്പോൾ അവരുടെ ബോഡി കാണും, ശരീരം കണ്ടു പറയണം, നിങ്ങളെപ്പോലൊരു മനുഷ്യരാണ് ഞങ്ങളും, നിങ്ങളെന്താ ഈ ചെയ്യുന്നത്? കാരണം ഈ അപ്പോസ്തലന്മാർക്കൊരു കാര്യം അറിയാം, ഇവർ പൂമാലയിട്ട് ഇവരെ ആദരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ കിട്ടേണ്ട പ്രതിഫലം നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യം അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. നമുക്കാണെങ്കിലോ എല്ലാ പ്രതിഫലവും ഇവിടുന്ന് മേടിക്കുകയും സ്വർഗത്തിൽ ഒരു പ്രതിഫലവുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന അന്ധരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ അന്ധരെ നയിച്ച് നാശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിയായ ആധ്യാത്മികതയിൽ വളർന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ എല്ലാ മഹത്വവും ക്രിസ്തുവിന് കൊടുക്കുക. ക്രിസ്തുവിലൂടെയാണ് വരേണ്ടത്. അല്ലെങ്കിൽ പിശാച് കയറി ഇങ്ങനെയുള്ളവരിലൂടെയൊക്കെ പ്രവർത്തിക്കും. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അന്ന് വന്ന് പലരും എന്നോട് പറയും, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, പിശാചുകളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈശോ പറയും, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകണം. അല്ലാതെ കർത്താവ് ഒരു സൂചന തരികയാണ്, മോനെ നിൻ്റെ പോക്ക് ശരിയല്ല, മോളെ നിൻ്റെ പോക്ക് ശരിയല്ല എന്ന് സൂചന കിട്ടുമ്പോൾ അതിനെ സഹനമാണെന്നും പറഞ്ഞ്, അയ്യോ എല്ലാവരും എന്നെ തള്ളിക്കളയുന്നു എന്നും പറഞ്ഞും, എൻ്റെ രോഗശാന്തി ഇഷ്ടപ്പെടാത്തത് കൊണ്ടും, ഞാനിങ്ങനെ വളർന്നു വരുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും പിശാച് കളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞും കുറേ വ്യാഖ്യാനം കൊടുത്തു പോകരുത്. കർത്താവ് നിനക്ക് സൂചന തരികയാണ്, നിൻ്റെ ഈ പോക്ക് ശരിയല്ല എന്നുള്ളത്. അതുകൊണ്ട് ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തം പിടിക്കുമ്പോൾ അതിനെ സഹനമാണെന്നും പറഞ്ഞ് വ്യാഖ്യാനിച്ച് ജീവിക്കാതെ, പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ പോകാതെ കർത്താവിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകുക. ഇനി ഇതുപോലെയൊക്കെ ശരിയായി ചെയ്യുമ്പോഴും പ്രശ്നമുണ്ടാവും. കാര്യം എന്താ? കർത്താവിനുണ്ടായ പ്രശ്നങ്ങളുണ്ടാവും, അത് തീർച്ചയാണ്. പക്ഷേ ഇത് രണ്ടിനും തിരിച്ചറിയണം. ഓരോ ശുശ്രൂഷകനും ചിന്തിക്കണം, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണോ പ്രവർത്തിക്കുന്നത് അതോ പിശാചാണോ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണെങ്കിൽ മഹത്വം ക്രിസ്തുവിന് കൊടുക്കും. പിശാചിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മഹത്വം സ്വയം നേടാൻ നടക്കുകയും കിട്ടിയ അത്ഭുതങ്ങളും അടയാളങ്ങളും തന്ത്രപരമായിട്ട് വ്യാപാരത്തിനു വേണ്ടി, മാർക്കറ്റിങ്ങിന് വേണ്ടി, സ്വന്തം മഹത്വത്തിന് ഉപയോഗിക്കുകയും അങ്ങനെ മുന്നേറുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാക്കളെ തിരിച്ചറിയുക. 1 യോഹന്നാൻ 4-ാം അധ്യായം 1 പറഞ്ഞു, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, അത് ദൈവത്തിൽ നിന്നാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് അറിയുക തന്നെ വേണം. അതുകൊണ്ട് എല്ലാ ആത്മാക്കളെയും വിശ്വസിച്ച് നടക്കരുത്. എവിടെയാണ് തെറ്റുപറ്റിയെന്നുള്ളത് കണ്ടെത്തി തിരിച്ചു വരാൻ തീരുമാനമെടുക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ വരുന്ന 17-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നു ധ്യാനം. 5 ദിവസത്തെ ധ്യാനമാണ്. നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കടന്നു വരിക. എല്ലാ ആത്മീയ ശുശ്രൂഷകളും അതിനകത്തുണ്ടായിരിക്കുന്നതായിരിക്കും. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, നമ്മുടെ ആത്മാവാണ് അത് ശരിയാകേണ്ടത്, അത് നമ്മുടെ ജീവിതമാണ് ശരിയാകേണ്ടത്. എങ്കിൽ മാത്രമേ 2-ാം വരവിന് വേണ്ടി വ്യക്തമായിട്ട് ഒരുങ്ങാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു പ്രാർത്ഥന കൊണ്ടോ കുറേ പുണ്യപ്രവൃത്തികൾ ചെയ്തത് കൊണ്ടോ കർത്താവ് അവിടെ നമ്മളെ സ്വീകരിക്കണമെന്നില്ല. കർത്താവിൻ്റെ വചനം ആരാണോ അനുസരിക്കുന്നത് അവരെ മാത്രമേ അവിടെ പ്രവേശിപ്പിക്കത്തുള്ളൂ എന്ന്, വചനം ജീവിക്കുന്നവരെ പ്രവേശിപ്പിക്കത്തുള്ളൂ എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ധ്യാനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. നിരവധി പേർ വചനം കേൾക്കട്ടെ, വചനം അറിയട്ടെ. ധ്യാനങ്ങളിലൂടെയെല്ലാം നിരവധി പേര് കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കട്ടെ. ഈ ശുശ്രൂഷയിലെല്ലാം പങ്കെടുത്തതിന് നന്ദി. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അവിടുത്തെ അനന്തമായ കരുണ, കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. സ്വർഗീയ പിതാവേ, അങ്ങേക്ക് തരാതെ പോയ മഹത്വത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ പേരിലാണ് എല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങ് ഞങ്ങൾക്ക് ജീവനും ശ്വാസവും ബലവും തരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. പക്ഷേ അങ്ങ് തന്ന ആ കഴിവുകളും കൃപകളും അനുഗ്രഹങ്ങളും ആരോഗ്യവും എല്ലാം സ്വന്തം പുകഴ്ചയ്ക്കും പ്രശസ്തിക്കും വേണ്ടി ഉപയോഗിച്ചു പോയ എല്ലാ നിമിഷങ്ങൾക്കും മാപ്പ് തരണമേ. ഈശോയെ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. അവിടുന്നാണ് രക്തം ചിന്തി മനുഷ്യകുലത്തെ പാപത്തെ മോചിപ്പിച്ചത്, എന്നെ മോചിപ്പിച്ചത്, എല്ലാ മനുഷ്യരെയും മോചിപ്പിക്കുന്നത്. അതിനാൽ
അങ്ങ് കുരിശിൽ മരിച്ച വിലയോട് ചേർത്ത് വയ്ക്കാൻ ഒന്നിനും സാധ്യമല്ല. അതിനാൽ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു. ഞങ്ങളൊന്നും ഇപ്പോൾ പറയുന്നു, വീണ്ടും പറയുന്നു, അങ്ങേക്ക് വേണ്ടി ഇതുവരെയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ. അങ്ങനെയെങ്കിൽ ആ മേഖലകളിലേക്ക് അങ്ങ് കടന്നു വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, തിരുത്തും കൊണ്ട് കഴുകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണമേ. ആദിമസഭയിൽ അപ്പസ്തോലന്മാരിലൂടെ അവിടുന്ന് പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് പേർ ജ്ഞാനത്താൽ നിറഞ്ഞു, നിരവധി പേർ സൗഖ്യത്തിലേക്ക് കടന്നു വന്നു, നിരവധി പേർ കുടുംബങ്ങൾ രക്ഷ പ്രാപിച്ചു. യേശു മാത്രമാണ് രക്ഷകൻ എന്നുള്ള ബോധത്തിലേക്ക് അവർ കടന്നു വന്നു. അവർ തിന്മകൾ ഉപേക്ഷിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയ്ക്ക് മഹത്വം കിട്ടേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം സ്വയം മഹത്വം വേണ്ട എന്ന് വെച്ച് പുത്രനെ മഹത്വപ്പെടുത്തിയ അമ്മേ, അതേ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടതിന് നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയപ്പെടട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കർത്താവിൻ്റെ കൃപയാൽ നിറഞ്ഞ് ഞങ്ങൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ.